ഇന്ന് നമ്മൾ ഡിവിഷൻ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഡിവിഷൻ നമ്മൾ ഒരു നമ്പർ കണ്ടാൽ അത് ഡിവിഷബിൾ ആണോ എന്ന് എങ്ങനെ അറിയാൻ പറ്റുക എന്നുള്ളതിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒരു നമ്പറിനെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അത് മൊത്തം അത് ഡിവൈഡായി അത് 0 ബാലൻസ് വരുന്നുള്ളത് അറിയാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ ഒരു നമ്പറാണെന്ന് വിചാരിച്ചു 3, 4, 5, 2 എന്നൊരു നമ്പറാണ്. അപ്പോൾ ആ നമ്പറിൻ്റെ ലാസ്റ്റ് നമ്പർ അത് ഈവൻ നമ്പറാണോ ചെക്ക് ചെയ്യുക. ഈവൻ നമ്പർ എന്ന് വെച്ചാൽ 2, 4, 6, 8, 0 ഇതിനാണ് ഈവൻ നമ്പേഴ്സ് എന്ന് പറയാം. അങ്ങനെ ഈ ലാസ്റ്റ് നമ്പർ ഈവൻ നമ്പേഴ്സ് ആണെങ്കിൽ ഈ മൊത്തം നമ്പർ 2 ഡിവൈഡ് ആവും എന്നർത്ഥം. ഇപ്പോൾ ലാസ്റ്റ് നമ്പർ ഇതേപോലെ 1 ആണ്, 1, 3, 4, 1, 3, 5, 7, 9 ആണ്, അത് ഓഡ് നമ്പേഴ്സാണ്. അങ്ങനെയാണെങ്കിൽ ഈ മൊത്തം നമ്പർ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ആ ലാസ്റ്റത്തെ നമ്പർ ചെക്ക് ചെയ്താൽ നമുക്കറിയാൻ പറ്റും ഈ മൊത്തം നമ്പർ ഈ 2 ഡിവൈഡ് ആവുകയും ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ളത്. ഓക്കെ, ഇനി മൂന്നിൻ്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഏതാണോ നമ്പർ ഡിവൈഡ് ചെയ്യാൻ തന്നിരിക്കുന്നത് ആ നമ്പറിനെ എല്ലാത്തിനും പ്ലസ് ചെയ്യുക. അപ്പോൾ 3, 4, 5, 2 ആണ് നമ്പർ. അപ്പോൾ 3 + 4 + 5 + 2 അതിൻ്റെ ടോട്ടൽ കിട്ടി 14. ഈ 14 3 അഥവാ ഡിവൈഡ് ആവുമെന്ന് വെച്ചെങ്കിൽ ഈ മൊത്തം നമ്പർ 3 ഡിവൈഡ് ആവുമെന്ന് അർത്ഥം. ഇവിടെ 14/3 ഈസ് 4, നമ്മുടെ 3, 4 is 12 കഴിഞ്ഞാൽ 2 റിമൈൻഡറാണ് വരുന്നത്. അതിൻ്റെ അർത്ഥം ഈ നമ്പർ 3 ഡിവൈഡ് ആവാൻ പറ്റില്ല. ഓക്കെ, ഇനി 4ൻ്റെ മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ ലാസ്റ്റത്തെ 2 ഡിജിറ്റ് അഥവാ 4 ഡിവൈഡ് ആവുന്നുണ്ടെങ്കിൽ ഈ മൊത്തം നമ്പർ 4 ഡിവൈഡ് ആവുന്നുണ്ടെന്ന് അർത്ഥം. അപ്പോൾ ലാസ്റ്റത്തെ ഇവിടെ നമ്പർ എന്താണ്? 12 ആണ്. അപ്പോൾ 12 / 4 കറക്റ്റായിട്ട് 3 ഡിവൈഡ് നമുക്ക് കിട്ടുന്നുണ്ട് ആൻസർ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ 3, 4, 1, 2 മൊത്തം നമ്പറിനെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന അർത്ഥം. പിന്നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ലാസ്റ്റത്തെ ഡിജിറ്റ് എപ്പോഴും 5 അല്ലെങ്കിൽ 0 ആണെന്ന് വെച്ചെങ്കിൽ ആ നമ്പർ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന അർത്ഥം. ഓക്കെ, നെക്സ്റ്റ് 6ന് വേണ്ടിയിട്ട് നമ്മൾ ഈ 2ൻ്റെയും 3ൻ്റെയും മെത്തേഡ്, 2ൻ്റെ മെത്തേഡും 3ൻ്റെ മെത്തേഡും 2 മെത്തേഡും ഉപയോഗിച്ചിട്ട് ആ നമ്പർ ക്ലിയർ ആയിട്ട് ഡിവൈഡ് ആവുന്നുണ്ടെന്ന് വെച്ചെങ്കിൽ അത് 6 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന അർത്ഥം. പിന്നെ 7ൻ്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു നമ്പർ തന്നെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഒരു നമ്പർ തരാണ് 3, 4, 3 ഈ നമ്പറാണ് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ തന്നിരിക്കുന്നത് 7. അപ്പോൾ ഈ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്ന് അറിയാനായിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ലാസ്റ്റ് ഡിജിറ്റ് ഉണ്ടല്ലോ, ഏത് നമ്പർ കിട്ടില്ല അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റിന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 3 + 2 എത്രയാണ് വന്നത്? 3 × 2 എത്രയാണ് വന്നത്? 6. ഇനി ഈ 6നെ ഈ ബാക്കിയുള്ള നമ്പർ ഉണ്ടല്ലോ, ഇവിടെ എത്ര നമ്പർ ബാക്കിയുണ്ടോ അതിൽ നിന്ന് ഈ 6നെ മൈനസ് ചെയ്യാം, -6. അപ്പോൾ 34ൽ നിന്ന് 6 പോയാൽ നമുക്ക് എത്ര കിട്ടുക? 28. ഇനി ഈ നമ്പർ 7ൽ ഡിവൈഡ് ആവുമെന്ന് നോക്കുക. അപ്പോൾ 7, 4 is 28. അതിൻ്റെ അർത്ഥം ഈ 343 മൊത്തം നമുക്ക് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന അർത്ഥം. ഓക്കെ, അപ്പോൾ ഇത്രയും ഇന്ന് പഠിപ്പിക്കുന്നുള്ളൂ. ഇതിൻ്റെ കുറച്ച് നിങ്ങൾ നമ്പേഴ്സ് ഇട്ടിട്ട് ഈ മെത്തേഡ് യൂസ് ചെയ്ത് നോക്ക്, പ്രാക്ടീസ് ചെയ്ത് നോക്ക്. അപ്പോൾ മനസ്സിലാവും ഇത് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. ഓക്കെ, നിങ്ങളത് സെൽഫായിട്ട് ചെയ്ത് നോക്കുകയായിരിക്കും നല്ലത്. അപ്പോൾ എന്തെങ്കിലും ഡിഫിക്കൽട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പിൽ കൂടെ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.